ഇതെന്തു പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ? അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവന് പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് ചെയ്യും. നിർത്തൂ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അത് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമ. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സന്ധിച്ച തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം. ആലോചിച്ചേക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ് സാർ. ഈ വാതിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേരൻ, ചന്ദ്രസേരൻ, കോച്ചല്ലേ. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ച. കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസയെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്കെന്താ അത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് എന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. മോളെ ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാവുന്ന റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ. എല്ലാം ഓക്കെ. ചവിട്ടരുത്. കുറ്റം ചന്ദ്രസേന്റെ തലയിലുമായി. ഇതെന്താ പാതി. ഈ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറെ ചതിക്കില്ല. 50-50. അനുപമ എവിടെ? അവളുടെ ശല്യം തീർത്തു. കൊന്നു? ഇല്ല, വിറ്റു. കണക്ക് തീർത്ത് ചെങ്കീരി അനുപമയെ ബോംബെക്ക് കൊണ്ടുപോയി. ചുവന്ന തെരുവിൽ ഒരു മലയാളി കൂടി അതിന്റെ ഷെയർ ആയത്. ദ്രോഹി, എനിക്ക് അവളുടെ ജോലി കളയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശോഭിക്കാതിരിക്കൂ. സംഗതി ഒരു കുഞ്ഞും അറിയില്ല. വക്കീല് പറഞ്ഞതുപോലെ പ്രതി നമ്മളാണെങ്കിലും ശിക്ഷ ചന്ദ്രസേനെ കിട്ടൂ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നിന്നെ പോലീസ് പോട്ടു. എവിടെ അനുഭവം? ഞാൻ പറയാം. പോയി നോക്കടാ.
വണ്ടി നിർത്താൻ പറയടാ. പറയടാ. വാ. ഒരു ജോലിക്ക് വേണ്ടി നീ കാട്ടിക്കൂട്ടിയ പേക്കൂത്തിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയത്. എന്തായാലും ജോലി പോയത് നന്നായി, അല്ലെങ്കിൽ നിന്റെ അഹങ്കാരം മാനം മുട്ടിയന്. ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയൊക്കെ വില അങ്ങേ അറ്റം വരെ പഠിച്ചാലും നിനക്കൊന്നും മനസ്സിലാവില്ല കുട്ടി. ഇതൊക്കെ നിന്നോട് പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇറങ്ങിറങ്ങ്. സൗകര്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് സുരക്ഷിതയായി തിരിച്ചെത്തിയെന്ന്. അല്ല നടന്നത് ഡീറ്റെയിൽ ആയി തന്നെ എഴുതിക്കോ. ആ വക്കീൽ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്. ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസായിട്ടാണെങ്കിൽ എനിക്കെന്തറാ. അപ്പോ താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിന്റെ ഒരു പാതിയെങ്കിലും ലാണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. അല്ല ഹാപ്പി? ഹാപ്പിയാ. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എന്റെ സ്വഭാവം മാറ്റുക, അല്ലെങ്കിൽ രൂപം മാറ്റുക. നീ കാരണം ഇനി എന്റെ ഭാവി അളിയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടിച്ചു കൂമ്പ് കലക്കും ഞാൻ. ഇനി എന്നാ കലക്കാനാ? ഇതോടോ ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. ഹലോ. അനുപമ. എന്നോട് ആകെ ദേഷ്യായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശൈലി തന്നെ.